കുട്ടികൾ വന്ന് പേരക്കുട്ടികളൊക്കെ വന്ന് വെക്കേഷൻ കഴിഞ്ഞ് പോവാറായപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാബുനരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തു. അതിനുശേഷം അതിൽ കസ്റ്റാർഡ് പൗഡർ പാലെടുത്ത ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ എടുത്ത്. അതിൽ കസ്റ്റാർഡ് പൗഡർ കലക്കി അതും ഒഴിച്ചു കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ പാലൊഴിച്ചതിന് ശേഷം പിന്നെ കത്തിച്ചിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യേണ്ട. അത് ഒഴിച്ചതിന് ശേഷം നല്ലോണം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. അതിന് ശേഷം മാംഗോയും ആപ്പിളാണ് ഉണ്ടായിരുന്നത്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ പിടി മിക്സിയുടെ ജാറിലിട്ട് ആപ്പിളും മാംഗോയും അതുപോലെ തന്നെ ഡേറ്റ്സും നട്ട്സും അതും കൂട്ടിയിട്ടൊന്ന് അടിച്ചെടുത്ത് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. ഇത്തിരി കട്ടി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാംഗോ പീസുകളും ആപ്പിളിൻ്റെ പീസും അതുപോലെ പിന്നെ എല്ലാ ഫ്രൂട്ട്സും ഇടാം. പോംഗ്രാനൈറ്റും മുന്തിരി അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇടാൻ എൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇത് മാത്രം ഇട്ടത്. അതുപോലെ ആവശ്യത്തിന് തേനും കൂടി ചേർത്ത് കൊടുത്തു, കുറച്ച് തേനും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഡേറ്റ്സിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി മിൽക്ക് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാനുള്ള സൂപ്പറാണ്, അടിപൊളി സാധനമാണ്.